നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഇക്കുറി ബി.ജെ.പി. ചില യുവ സ്ഥാനാർത്ഥികളെ മത്സര രംഗത്തിറങ്ങിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം തിരുവനന്തപുരത്ത് നിന്ന് മത്സരിക്കുന്ന ബി.ജെ.പിയുടെ സംസ്ഥാന മീഡിയ പാനലിസ്റ്റായ യുവരാജ് ഗോകുലാണ്. യുവരാജ് ഗോകുൽ ചാനൽ ചർച്ചകളിലൂടെ, ഡിബേറ്റുകളിലൂടെ ഏറെ പ്രശസ്തി നേടിയ ഒരാളാണ്. നേരത്തെ മുതൽ തന്നെ സംഘപരിവാറിൻ്റെ മുഖമായി ഹിന്ദു സമ്മേളനങ്ങളും മറ്റും സംഘടിപ്പിക്കുന്ന പ്രധാനപ്പെട്ട സംഘാടകരിൽ ഒരാളുമായിരുന്നു. ഏതായാലും കഴിഞ്ഞ 2 വർഷമായി നെടുമങ്ങാട് സജീവ പ്രവർത്തനത്തിലാണ് യുവരാജ് ഗോകുൽ. യുവരാജ് ഗോകുലിനെ ഇപ്പോൾ CPM അടക്കമുള്ള സംഘടനകൾ പേടിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യുവരാജ് ഗോകുലിൻ്റെ പേരിൽ തന്നെ, അതായത് യുവരാജ് എന്നത് അദ്ദേഹം 2-3 വർഷങ്ങൾക്ക് മുമ്പ് കൂട്ടിച്ചേർത്തതാണ്. നേരത്തെ മുതൽ തന്നെ യുവരാജ് ഗോകുൽ എന്ന് തന്നെയാണ് അറിയപ്പെടുന്നതും. കേരളത്തിൽ രാഷ്ട്രീയ രംഗത്ത് വരുന്നവരൊക്കെ ചിലപ്പോഴൊക്കെ പേര് പരിഷ്കരിക്കാറുണ്ട്. അന്നൊന്നുമില്ലാത്ത പ്രശ്നം ഇന്ന് CPM ഉയർത്തുകയാണ്. യുവരാജ് ഗോകുൽ എന്ന പേരിൽ മത്സരിക്കരുത് എന്ന വാദമാണ് ഇപ്പോൾ CPM മുന്നോട്ട് വെക്കുന്നത്. ഏതായാലും GR അനിൽ അവിടെ വലിയ രീതിയിൽ പേടിച്ചിരിക്കുന്നു എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം ഇത്തരത്തിലുള്ള പരാതികൾ പോയിട്ടുണ്ട്. സാധാരണഗതിയിൽ നമ്മുടെ പേരല്ലാതെ പേരിനൊപ്പം വേറെന്തെങ്കിലും ചേർക്കുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ മത്സരിക്കുകയോ ചെയ്യണമെങ്കിൽ അതിനൊരു സത്യവാങ്മൂലത്തിന്റെ ആവശ്യമേ ഉള്ളൂ. അത്തരത്തിൽ സത്യവാങ്മൂലം നൽകി മത്സരിക്കുന്ന ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ പോലും. ശോഭാ സുരേന്ദ്രന്റെ പേര് ശോഭന എന്നാണ്. എന്നാൽ രാഷ്ട്രീയ രംഗത്ത് അവർ അറിയപ്പെടുന്നത് ശോഭാ സുരേന്ദ്രൻ എന്നാണ്. അതുകൊണ്ട് തന്നെ എത്രയോ വർഷങ്ങളായി അവർ ശോഭാ സുരേന്ദ്രൻ എന്ന പേരിൽ തന്നെയാണ് മത്സരിക്കുന്നതും. പിന്നെ ഈ പേരിന്റെ പേര് പറഞ്ഞ് ഇപ്പോ എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു പോര് എന്ന ചോദ്യം പ്രസക്തമാവുകയാണ്. നെടുമങ്ങാട് മണ്ഡലത്തിൽ പ്രത്യേകിച്ചും GR അനിലിനൊപ്പം മത്സരിക്കുമ്പോൾ വലിയ ജനപ്രീതി നേടിയ ഒരാളായി യുവരാജ് ഗോകുൽ അവിടെ നിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ മണ്ഡലം യുവരാജിനൊപ്പം പോന്നാൽ പോലും അതിൽ സംശയിക്കാനില്ല. അത് തന്നെയാണ് CPM-നെയും CPI അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികളെയെല്ലാം തന്നെ വിറളി പിടിപ്പിക്കുന്നത്. ഇടതുപക്ഷം പല സ്ഥലങ്ങളിലും പരാജയപ്പെടാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ജീവമരണ പോരാട്ടവുമാണ്. കനൽ ഒരു തരി മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. അത് കേരളത്തിലാണ് താനും. മറ്റൊരിടത്തും ഭരണമില്ല താനും. എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അല്പമൊക്കെ ആശ്വസിക്കാൻ വകയുണ്ട്. കേരളത്തിലല്ലെങ്കിലും വേറെ ഏതെങ്കിലുമൊക്കെ സംസ്ഥാനത്ത് എന്തെങ്കിലുമൊക്കെ കാണും. പക്ഷേ CPM-നെ സംബന്ധിച്ചിടത്തോളം CPM-ന് ഇത്തവണ വിജയിച്ചേ തീരൂ എന്ന തെരഞ്ഞെടുപ്പുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ രണ്ടുപേർക്കും ഈ പോരാട്ടം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന പോരാട്ടമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ പ്രതിപക്ഷത്തിലാണ്. ഇപ്പോൾ തന്നെ പല നേതാക്കന്മാരും മറുകണ്ഠം ചാടിക്കഴിഞ്ഞു. CPM-ന്റെ സംഘടനാ ദൗർബല്യം, CPM-ലെ പ്രശ്നങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പല നേതാക്കന്മാരും മറുകണ്ഠം ചാടാനും മറുകണ്ഠം ചാടിയും ഒക്കെ ഇപ്പോൾ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ CPM-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭരണം നേടേണ്ട ആവശ്യമുണ്ട്. മറ്റൊരു സംസ്ഥാനത്തും ഭരണമില്ല. പോളിറ്റ് ബ്യൂറോ അടക്കം പിരിച്ചുവിടേണ്ടി വരും. കാരണം ഈ പാർട്ടിക്ക് തന്നെ പ്രസക്തിയില്ലാത്ത അവസ്ഥ വരും കേരളത്തിലെങ്കിലും ഭരണം കിട്ടിയില്ലെങ്കിൽ. ഇനി അഥവാ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 10 വർഷമായി പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ ഇനി നേതാക്കന്മാരും ആരും അവിടെ തുടരില്ല. ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, കേന്ദ്രത്തിൽ പോലും ഭരണമില്ലാത്തത് കൊണ്ട് പല നേതാക്കന്മാരും MP സ്ഥാനം വിട്ട് MLA ആയി മത്സരിക്കാൻ തിടുക്കം കൂട്ടിയത് നമ്മൾ കണ്ടതാണ്. അത് AICC സമ്മതിക്കാത്തത് കൊണ്ട് മാത്രം നടന്നില്ല എന്ന് മാത്രം. ഏതായാലും എല്ലാ നേതാക്കന്മാരും ഇപ്പോൾ ഇത്തരത്തിലുള്ള നേതാക്കന്മാർ വരുമ്പോൾ, അതായത് യുവത്വം മുൻനിർത്തിക്കൊണ്ട് നല്ല പ്രശസ്തരായ കഴിവുള്ള നല്ല ചെറുപ്പക്കാർ ഭരണസാരഥ്യം ഏറ്റെടുക്കാൻ വരുമ്പോൾ പേടിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കോഴിക്കോടും അത്തരത്തിലൊരു സ്ഥാനാർത്ഥിയുണ്ട്. കോഴിക്കോട് നോർത്തിലെ സ്ഥാനാർത്ഥി രതീഷ് T. ഉദയ. റെനീഷ് ഇതുപോലെ തന്നെ 2 തവണ കൗൺസിലറായി മത്സരിച്ച ആളാണ്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ റെനീഷിനെ പറ്റി പലരും സംസാരിച്ചു തുടങ്ങുന്നുണ്ട്. വളരെ വിദഗ്ധമായി, വളരെ നന്നായി പൊതുജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന റെനീഷിനെ പോലുള്ള ആൾക്കാർ രാഷ്ട്രീയ രംഗത്ത് വരണമെന്ന് പല മറ്റ് രാഷ്ട്രീയക്കാരും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും BJPയുടെ യുവ നേതാക്കളെ എല്ലാം കണ്ട് ഭയന്നിരിക്കുകയാണ് CPM എന്നാണ് ഇപ്പോൾ ഈ പേര് വിവാദത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.